UDF ചൊക്ലി പഞ്ചായത്ത് കൺവെൻഷൻ കാഞ്ഞിരത്തിൻ കീഴിൽ ഉമ്മർഖാൻ സൗദത്തിൽ നടന്നു. KPCC മെമ്പർ സജീവ് മാറോളി ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KM പവിത്രൻ അധ്യക്ഷനായി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിരുന്നു 20 മാസം അംശാദായം കൊടുത്തു കിട്ടുന്ന പെൻഷനാണ് ക്ഷേമ പെൻഷനുകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 22 ലക്ഷം ആളുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നത്. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ 36 ലക്ഷം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങാൻ തുടങ്ങി. 12 ലക്ഷം ആളുകളുടെ വർധനവുണ്ടായി. എങ്ങനെയാണ് ആ വർധനവുണ്ടായത്? ക്ഷേമ പെൻഷൻ വാങ്ങാൻ 1 ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാനപരമായി ഒരാളുടെ വരുമാനം നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു അത് 3 ലക്ഷം രൂപയാക്കണം. 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുത്തു. ഒരു പെൻഷൻ വാങ്ങുന്ന ആളുകൾ 2 പെൻഷൻ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞു. 1ഉം 2ഉം 3ഉം പെൻഷൻ വാങ്ങിയ ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. വികലാംഗ ശരീര അവശതകളുള്ള ആളുകൾക്ക് മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങാമായിരുന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങി കേരളത്തിലെ അമ്മമാർ തെരുവുകളിൽ തെണ്ടുന്ന രാഷ്ട്രീയം സാഹചര്യം ഞാൻ നിങ്ങൾ കണ്ടില്ലേ? പണമില്ല എന്ന് പറഞ്ഞു, പണമില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ അധികാരത്തിന്റെ മറവിൽ ദൂർത്ത് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ വിശദമായി നോക്കി ഒരുപാട് കാര്യങ്ങൾ പറയാം. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KL ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. തലശ്ശേരി മണ്ഡലം UDF ചെയർമാൻ N മഹമ്മൂദ്, മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് CG അരുൺ, കോൺഗ്രസ് കോടിയേരി ബ്ലോക്ക് പ്രസിഡന്റ് ശശിധരൻ, മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷാനിദ് മേക്കുന്ന്, ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഷീർ ചെറിയാണ്ടി, K കുഞ്ഞിമൂസ, PV മുഹമ്മദ്, PK റഫീഖ്, ചൊക്ലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആരതി, M ഉദയൻ, പ്രമോദ് ഒളവിലം എന്നിവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KM പവിത്രൻ, കൺവീനർ PK യൂസഫ്, ട്രഷറർ K കുഞ്ഞിമൂസ തുടങ്ങി 251 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. UDF പഞ്ചായത്ത് കൺവീനർ PK യൂസഫ്, M മഹമ്മൂദ് എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.